അനധികൃത ഉൾനാടൻ മത്സ്യബന്ധനം സജീവമായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. അശാസ്ത്രീയമായ തുരുമ്പ് തടയണ മത്സ്യബന്ധനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫിഷർമെൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്ത്. ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും മത്സ്യമേഖലയെ തകർക്കുകയും ചെയ്യുന്ന അനധികൃത മത്സ്യബന്ധനം സജീവമായിട്ടും ഫിഷറീസ് വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞു. തുരുമ്പും തടയുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് അശാസ്ത്രീയമായി ചെയ്തിരുന്നത് അതൊക്കെ ചെയ്തതാണ്. ഫിഷറീസ് വകുപ്പിന്റെ നിരന്തരമായ അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടിട്ട് നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് സുതാര്യമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങി. പക്ഷേ ഇപ്പോഴും ശാസ്ത്രീയമായ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയെങ്കിലും ശരി കുറച്ച് തൊഴിലാളികൾക്കും അശാസ്ത്രീയത കൈവിട്ടിട്ടില്ല. അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഫിഷറീസ് വകുപ്പാണെന്നുള്ളത് 100% സത്യമാണ്. കാരണം നിരന്തരം നമ്മൾ ഇന്ന ഭാഗത്ത് തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് പറയുന്ന സമയത്തും അവരത് മുഖവിലക്കെടുക്കാനോ അതല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ പരിശോധന നടത്താനോ അവർ തയ്യാറാവില്ല. പുഴകളും കായലും കേന്ദ്രീകരിച്ച് തുരുമ്പിട്ടുള്ള അനധികൃത മത്സ്യബന്ധനം സജീവമായി. മത്സ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് തടസ്സമായി കായലുകളിലും ജലാശയങ്ങളിലും അനധികൃതമായി തുരുമ്പിട്ടുള്ള മീൻപിടുത്തമാണ് വ്യാപകമായത്. ജലമലിനീകരണം, അമിത മത്സ്യബന്ധനം, ചെറു മത്സ്യങ്ങളെ പിടിച്ചെടുക്കൽ, നിരോധിത മത്സ്യബന്ധന രീതികൾ എന്നിവ മൂലം ഉൾനാടൻ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞു വരുന്നതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. അശാസ്ത്രീയ മത്സ്യബന്ധനം നടത്തുന്നവരെ കണ്ടെത്തിയിട്ട് ആ വിഷയം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം കണ്ടെത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. ആ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുൾപ്പെടെ മുൻ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്. ഇതില് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവര് അവയർനെസ് ക്ലാസ് തരികയും നമ്മുടെ നെല്ലിപ്പറമ്പിലെ ആ ഓഫീസിൽ വെച്ച് അവയർനെസ് ക്ലാസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാറഞ്ചേരി പഞ്ചായത്തിൽ വെച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നമുക്ക് പഞ്ചായത്തിന്റെ പരിസരത്ത് വെച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് അവയർനെസ് ക്ലാസ് തന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അശാസ്ത്രീയ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികൾ പാടെ ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ കുറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുരുമ്പ് നിക്ഷേപിച്ച് മീൻ പിടിക്കുക, ഉൾനാടൻ മത്സ്യത്തിന്റെ പ്രജനനകാലത്തുള്ള മീൻപിടുത്തം, അനധികൃത കുറ്റിവലകൾ, കൃത്രിമ പാറുകൾ, കുരുത്തിവലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, മത്സ്യക്കുഞ്ഞുങ്ങളെ വൻതോതിൽ പിടിച്ചെടുക്കൽ എന്നിവ നിരോധിച്ചിട്ടും ഈ രീതി തുടരുന്ന സാഹചര്യത്തിലും ഇതിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ലൈസൻസ് ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ എവിടെയും മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കണമെന്നും ഉൾനാടൻ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഫിഷർമെൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ടി ഷിഹാബ്, MK യൂസഫ്, ഹിളർ വട്ടപ്പറമ്പിൽ, ശ്രീനിവാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.